നാട്ടിൽ പോയി നിന്ന് കുറച്ച് ദിവസങ്ങൾ പോയതേ അറിഞ്ഞില്ല. കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ കാര്യങ്ങൾ വിട്ടുപോയി. എന്തായാലും തിരിച്ചു വരേണ്ട ദിവസം എത്തി. എയർപോർട്ടിലെത്തി എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയണതൊരു വല്ലാത്തൊരു ഇമോഷണൽ ഡാമേജ് തന്നെയാണ്. ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് ഒത്തിരി വിഷമമായത് എൻ്റെ അനിയൻ ഒരുപാട് കരഞ്ഞു. അവനങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമാണ്. ഓക്കെ, പിന്നെ അവരെയൊക്കെ സ്ട്രോങ് ആയിട്ട് നിർത്തേണ്ട ഒരു പില്ലർ ഞാനായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബൈ പറഞ്ഞു വന്നു. ബൈ ദ ബൈ, ഖത്തറല്ല, എൻ്റെ ഫ്ലൈറ്റ് എത്തിഹാദാണ്. പറഞ്ഞ പോലെ ഞാൻ ബുക്ക് ചെയ്ത അനുസരിച്ച് എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് അബുദാബിയിൽ നിന്നും പിന്നെ അവിടെ നിന്ന് ലണ്ടനിലേക്കും കിട്ടിയത്. 2 ഫ്ലൈറ്റും വാസ് റിയലി സ്മൂത്ത്. സെക്കൻഡ് ഫ്ലൈറ്റ് അമേസിങ് ആയിരുന്നു. പിന്നെ 2 തവണയും എൻ്റെ കൂടെ ഇരുന്നത് ഞാൻ മലയാളികൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കമ്പനി അടിക്കാൻ കിട്ടുമെന്ന് കരുതി. ബട്ട് കിട്ടിയത് 2 ഫോറിനേഴ്സ് ആയിരുന്നു. ആദ്യം ഒരു അമ്മയും മകളും പിന്നെ ഒരു കപ്പിളും ആയിരുന്നു. അവർ 2 പേരും ഫോറിനേഴ്സ് തന്നെ ആയിരുന്നു. എന്നാലും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫ്ലൈറ്റ് യാത്രകൾ ചെയ്യുക, വിമാനം കാണുക. സന്തോഷം എന്ന് വെച്ചാൽ ഇങ്ങനെ എത്ര കണ്ടാലും രാവിലെ തൊട്ട് വൈകുന്നേരം നിന്നാലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ് ഇങ്ങനെയായിരുന്നു, ഒരു ഇന്ത്യൻ ടച്ചുള്ള ഒരു മീല് നൈസായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു. പുറത്തേക്ക് നോക്കി എന്താണ് അതിന് വേണ്ടി കാണാനുള്ളതെന്നൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്കിങ്ങനെ പഞ്ഞിക്കെട്ട് പോലത്തെ മേഘങ്ങളും ലൈറ്റും ഒന്നുമില്ലാത്തൊരു എംറ്റിനെസ്സൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറേ മൂവി കണ്ടു. കുറേ നല്ല കളക്ഷൻസ് ഓഫ് മൂവി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണിലും കുറച്ച് ഡൗൺലോഡഡ് ആയിരുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അബുദാബി എത്തി. അബുദാബിയിൽ എത്തിയപ്പോഴേക്കും 1 മണി കഴിഞ്ഞിരുന്നു. 12:30 എത്തേണ്ടതാണ്, ചെറുതായിട്ടൊന്ന് ലേറ്റായി. അപ്പോൾ അതിനൊരു കുഴപ്പമുണ്ട്, നമ്മുടെ ബോർഡിങ് അടുത്തത് സ്റ്റാർട്ടായി. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് നിർത്തിയതും ഒറ്റൊരോട്ടമായിരുന്നു അടുത്ത ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി. ഇത് മിസ്സാവരുതെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിലായിരുന്നെങ്കിലും അവരോട് ചോദിച്ചിട്ട് ഓടിപ്പടച്ച് ഞാൻ എന്തായാലും കറക്റ്റ് ടൈമിൽ അടുത്തതിൽ കയറി. നെക്സ്റ്റ് ഫ്ലൈറ്റ് ബിഗ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. ഇന്ന് കൂടി ഇരുന്നവർ നല്ല കമ്പനിയായിരുന്നു. അപ്പം അതിലിങ്ങനെ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ വിൻഡോ എന്നുള്ള വ്യൂ നോക്കുന്നുണ്ട്, പാരലായിട്ട് ക്യാമറ എന്നുള്ള വ്യൂ നോക്കുന്നുണ്ടായിരുന്നു. ഒരു രസമുള്ള എൻജോയ്മെൻ്റാണ്. അബുദാബിയിൽ നിന്ന് പൊങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല വ്യൂ ഒക്കെ കിട്ടി. എത്ര ഭംഗിയാന്ന് നോക്കിയത് കാണാൻ വേണ്ടിയിട്ട്. ഇത് റിയലി കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കിട്ടിയ മീൽ അടിപൊളിയായിരുന്നു. ഒരു നല്ല ഡെസേർട്ടും ഒരു സാലഡും പിന്നെ കിട്ടിയത് ഞാൻ ചിക്കൻ്റെ ഒരു ഓപ്ഷനാണ് എടുത്തത്. വാസ് വെരി നൈസ്. ഞാൻ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പം ഇത് ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് 2 മീലുണ്ട്. പിന്നെ ഒരു പിസ്സയാണ് കിട്ടിയത്. ഞാനത് അധികം പ്രിഫർ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ചിക്കൻ മീൽ. അതൊരു സ്നാക്ക് പോലെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഷടപടയെന്ന് പറഞ്ഞ് ലണ്ടനിലെത്തി. ലണ്ടൻ കണ്ടപ്പോൾ ഇങ്ങനെ എനിക്ക് ലണ്ടനായി കാണണം, ടവർ ബ്രിഡ്ജ് കാണണം എന്നൊക്കെ ഇങ്ങനെ നോക്കി